അസ്സലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ ഇന്ന്. അതിൻ്റെ മൈലാഞ്ചിൻ്റെ ഒക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗ്. ഓക്കെ, അപ്പോൾ ഇതിൽ യൂട്യൂബിൽ നിൽക്കാൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലുമൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ സോറി പറയാണ്. ഞാൻ കുറേ എഡിറ്റ് ചെയ്തിട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, മാക്സിമം ആൾക്കാരിനെയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി പറയാണ്ടെങ്ങാനും ആരെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഈവനിങ് ഞങ്ങൾ റെഡി ആയിട്ട് എല്ലാവരും കൂടെ പോവുകയാണ്. തൊട്ടടുത്തുള്ള മണ്ഡപം തന്നെയാണ്, നമ്മുടെ പള്ളിയുടെ മണ്ഡപത്തിൽ തന്നെയാണ് കല്യാണമാണെങ്കിലും മൈലാഞ്ചി ആണെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നത്. കല്യാണം മീൻസ് റിസപ്ഷൻ, ഓക്കെ, അതുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 6:30-7 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ നമ്മൾ മൈലാഞ്ചിക്ക് പോയത്. പിന്നെ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരുള്ളൂ. അപ്പോൾ കുറച്ച് വൈകിയാലും പ്രശ്നമൊന്നുമില്ലല്ലോ, ആൾക്കാരൊക്കെ പോകുന്നു തിരിച്ചു വരുന്നു, ആ സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിവിടെ ഭയങ്കര എന്താ പറയുക, മലപ്പുറം ആ സൈഡിലോട്ടുള്ള പോലത്തെ ഹൽദി കാര്യങ്ങളൊക്കെ കുറവാണ് കേട്ടോ. ജസ്റ്റ് കുടുംബക്കാരെല്ലാവരും ചേരും, ജസ്റ്റ് മൈലാഞ്ചി വയ്ക്കും, ക്യാഷ് എന്തെങ്കിലുമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കും. അങ്ങനെയൊക്കെ തന്നെ വളരെ സിമ്പിളായിട്ടാണ് ചെയ്ത് വിടുള്ളൂ കേട്ടോ. പൊതുവെ കല്യാണം സിമ്പിൾ തന്നെയാണ് കേട്ടോ ഇവിടെയൊക്കെ ഉള്ളത്. അങ്ങനെ നമ്മളൊക്കെ റെഡിയായി. ഇതാണ് കല്യാണ ചെക്കൻ. അപ്പോൾ എൻ്റെ കോസ്റ്റ്യൂം ഇഷ്ടപ്പെട്ടവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് ഞാൻ ലേഡീസ് പ്ലാനറ്റിൽ നിന്ന് എടുത്തതാണ്. കുറച്ച് തടി തോന്നിക്കുന്ന പോലത്തെ ഒരു ഡ്രസ്സും കൂടിയാണ്, പക്ഷേ എനിക്കിഷ്ടമായി കളറാണെങ്കിലും. ഷോൾ ഞാൻ കല്യാണം നിന്ന് എടുത്തതാണ് കേട്ടോ. അത് നല്ല കോമ്പിനേഷനുള്ള പോലെ എനിക്ക് തോന്നി. പിന്നെ നമ്മുടെ കുറേ കസിൻസും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. മാക്സിമം ഞാൻ നിൽക്കാത്തവരിനൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി എനിക്കറിയില്ല, ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും പറയാണ്. കുടുംബത്തിൽ പോയിട്ട് നമ്മളിങ്ങനെ വ്ളോഗ് എടുക്കുമ്പോൾ ഒരു ടെൻഷനാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പിന്നെ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് വ്ളോഗ് എടുക്കുന്നത് എന്നുള്ളത്. നമ്മൾ വലിയ ആൾക്കാർക്കൊക്കെ ഇഷ്ടമല്ലെങ്കിലും ചെറിയ ആൾക്കാർക്ക്, ഇപ്പോഴത്തെ ജനറേഷന് ഇഷ്ടമാണ്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞ വ്ളോഗ് എടുത്തത് കേട്ടോ. അവരൊക്കെ പറഞ്ഞതുകൊണ്ട്. എന്നിട്ട് തന്നെ കല്യാണത്തിനും റിസപ്ഷനും ഒക്കെ എന്താ ജിൻഷാൻ്റെ എടുക്കാത്ത അല്ലെങ്കിൽ എന്താ ജിനിയാൻ്റെ എടുക്കാത്ത എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇത്രയൊക്കെ ഒരുങ്ങി വന്നിട്ട് വീഡിയോ എടുക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ശരിയാവില്ല, വേണ്ട, നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. കാരണം ഇപ്പോഴുള്ള കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം. എന്നെ വിളിച്ചിട്ട് ജിനിമ്മ ഫോട്ടോ എടുക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അവിടെ ഒറ്റയ്ക്ക് മാറി നിൽക്കുന്നില്ലേ, അവൾക്ക് ഇരിക്കാൻ സ്ഥലമില്ലായിട്ട് എന്തൊക്കെയോ വായടിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് സ്ഥലമില്ല ഇരിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് മടിയിലിരിക്കാൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല ആൾ. അപ്പോൾ അവളെ ഒറ്റയ്ക്ക് അവിടെ നിന്ന് പിന്നെ കുറേ വട്ടത്തിലൊക്കെ കറങ്ങി. അവളുടെ ഡ്രസ്സിൻ്റെ ഷോ ഓഫൊക്കെ ആയിരുന്നു കേട്ടോ. കസിൻ്റെ മോളാണ്. ഭയങ്കരമായ അടിയാണ് കേട്ടോ, ഭയങ്കരമായ അടിയാണ് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ്, ഇനി നമ്മൾ ഫുഡൊക്കെ കഴിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. മൈലാഞ്ചി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു സന്തോഷമാണ് അല്ലേ, കുടുംബക്കാരനെയൊക്കെ കാണാം. കൂടുതൽ കുടുംബക്കാരാണല്ലോ മൈലാഞ്ചിക്ക് ഉണ്ടാവാറ്. അപ്പോൾ അവരിനെയൊക്കെ കാണാം, കുറേ സംസാരിക്കുക, ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മളെല്ലാവരും പോകുന്നത് അല്ലേ. പൊതുവേ എനിക്ക് ഫാമിലി എല്ലാവരും കൂടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇഷ്ടമായിട്ട് ഞാൻ എല്ലായിടത്തും പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് കുറേ കമൻസൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ കമൻറ്റിന് മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ ഞാൻ ഇന്നലെ വ്ളോഗ് ഇടാനും പറ്റിയില്ല. ഇന്നലെ നമ്മൾ ലുലുവിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ലുലുവിൽ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അവരോട് പെർമിഷൻ ചോദിക്കണം വീഡിയോ എടുക്കണമെങ്കിൽ. അപ്പോൾ ഞാൻ എടുത്തിട്ടൊന്നുമില്ല. ഇനി പോകുമ്പോൾ ചോദിച്ചിട്ട് എവിടെ ചോദിക്കണം, എങ്ങനെ ചോദിക്കണം ഒന്നും അറിയില്ല, അതാണ് പ്രശ്നം. അപ്പോൾ ഇന്നലെ നമുക്കിന്ന് ന്യൂ സബ് എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് കണ്ടു. താങ്ക് യു, എന്ന് നമ്മുടെ വീഡിയോ കാണണം, വെൽക്കം. അപ്പോൾ സെറ്റാഫിലാണ്. ഓക്കെ, ഞാൻ ഇന്നലെ പറഞ്ഞ ക്രീം തെറ്റാണെന്നാണ് കേട്ടോ പറയുന്നത്. സെറ്റാഫിൽ എന്നാണ് അത്ര കേട്ടോ അതിൻ്റെ പേര്. ഹായ് ജിനി, ഒരുപാട് നാളായി ജിനിയുടെ വീഡിയോ കണ്ടിട്ട്. സൂപ്പർ, സുഖമായിട്ടിരിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനി എന്നും വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ. അതേപോലെ തന്നെ നമ്മളോട് വേറെ ചോദിച്ചത് എന്താന്ന് പറഞ്ഞാൽ, ജിമ്മിൽ പോയിട്ട് വെയിറ്റ് കുറയാൻ ഏറ്റവും എഫക്റ്റായ വർക്കൗട്ട് ഏതാണെന്ന് ചോദിക്കുന്നത്.
നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ വെയിറ്റ് ഞാൻ അങ്ങനെ കുറയ്ക്കണം എന്നൊന്നും തീരുമാനം എടുക്കാണ്ട് പോവുക കേട്ടോ. ഒന്നും ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാണ്ട് പോവുക. നമ്മൾ കുറഞ്ഞില്ലെങ്കിലും നമ്മൾ നമ്മുടെ ഹെൽത്തിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, അതിലും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. അങ്ങനെ തന്നെ. ഇനിയിപ്പോൾ തടി കുറയണം എന്നൊന്നും നിർബന്ധമില്ല. ജിമ്മ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബോഡി കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. പെട്ടെന്നൊന്നും നമുക്ക് അസുഖം വരില്ല. അതൊക്കെ തന്നെ നമുക്ക് ധാരാളം മതിയില്ലേ. കുറയ്ക്കാൻ ശ്രമിക്കണമെങ്കിൽ നമ്മൾ ഡയറ്റ് എടുക്കണം. അത് എന്താ പറയുക, ശരിക്കും വേണ്ട ഒരു കാര്യം തന്നെ. അപ്പം നമ്മളവിടെ കോമൺ ആയിട്ട് എന്താ പറയുക, ഈ ഒരു മൈലാഞ്ചിക്കൊക്കെ ഉണ്ടാകുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നെയ്ച്ചോറ്, കായ്ച്ചാറ്, അതേപോലെ ചമ്മന്തിയോ അല്ലെങ്കിൽ തൈര്, ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. നോൺ വെജ് ഒന്നും കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കുറേ ആൾക്കാർ കൊടുക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ മോസ്റ്റായിട്ടും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുള്ളൂ. അത് പറഞ്ഞപ്പോഴാണ് പണ്ട് ഞാനുണ്ടല്ലോ, എനിക്ക് ഈ ഒരു സംഭവം അറിയില്ല കേട്ടോ. എൻ്റെ കല്യാണം കഴിഞ്ഞ ഉടനെ ഞാൻ ഫസ്റ്റ് ഒരു കല്യാണത്തിന് പോയപ്പോഴേ ഞാനിങ്ങനെ ഫുഡിന് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നെയ്ച്ചോറ് വിളമ്പി. ഞാൻ അടുത്ത് നമ്മളൊക്കെ അവിടെ ബീഫോ അല്ലെങ്കിൽ ചിക്കനൊക്കെ അല്ലേ ഉണ്ടാവുക. അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യണം, വരും പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ കസിൻ തൊട്ടപ്പുറത്തുണ്ട്. അപ്പോൾ കായ്ച്ചാറ് കൊണ്ടുവന്നിട്ട് അയാൾ വേണോ ചോദിച്ചപ്പോൾ ഞാൻ വേണ്ട പറഞ്ഞു കേട്ടോ. അപ്പോൾ അവളിങ്ങനെ നോക്കിയിട്ട് പിന്നെ നീ എന്ത് കൂട്ടിയിട്ട് കഴിക്കും ചോദിച്ചിട്ട് എന്നോട്. അപ്പം ഞാൻ ചിക്കൻ വരട്ടെ പറഞ്ഞേ. അപ്പോൾ ചിക്കന് കുന്താണ്, വേണേ അത് കൂട്ടി കഴിച്ചിട്ട് പോയിക്കോന്ന്. ഞാനാകെ ഇവിടെ എങ്ങനെയാണോ, ഓക്കെ ഫൈൻ. നമ്മൾ കറി എടുത്തു, എന്താ പറയുക, തൈരെടുത്തു, കഴിച്ചിട്ട് പോയി, അത്ര തന്നെ. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു. പിന്നെ കുറേ കസിൻസിൻ്റെ അടുത്തൊക്കെ ഇരുന്ന് വെറുതെ ചുമ്മാ കത്തി വെച്ചിരുന്നു. അത്രയൊക്കെ തന്നെയാണ്. പിന്നെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മൈലാഞ്ചി വെക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു സംഭവമുണ്ട്, മടി തപ്പൽ എന്ന് പറഞ്ഞിട്ട്. നിങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. അതേപോലെ കുഞ്ഞിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ മുഖം കാണിക്കാൻ അന്നൊരു വീഡിയോയിൽ ഞാൻ ഇട്ടപ്പം അവളുടെ ഗ്രാൻഡ് മദർ കാണിക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഫേസൊക്കെ കവർ ചെയ്തിട്ടാണ് ഇട്ടത്. പക്ഷേ ഇന്ന് അവളുടെ മദർ എന്തായാലും ഫേസ് മറക്കരുത്, ഇങ്ങനെ വേണം, എനിക്ക് കുട്ടി വലുതാകുമ്പോൾ കാണിച്ചു കൊടുക്കാനാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഇടാന്ന്, അവളുടെ മദറല്ലേ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇടാന്ന് വിചാരിച്ചു. ആരും ഞങ്ങളെ കുഞ്ഞിനെ കണ്ണു വെക്കരുത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതാ എന്ത് ബിസിനസ്സാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നോട്. കഹാനി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. കഹാനി പറഞ്ഞ സ്റ്റോറി. ഇപ്പോൾ നമ്മുടെ ഒരു തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൈഡൽ റെൻ്റൽ ഷോപ്പൊക്കെയാണ്. അപ്പോൾ ഈ കഹാനി എന്നുള്ള പേര് നമ്മുടെ ഓരോ കല്യാണങ്ങൾക്കും ഓരോ സ്റ്റോറി ഉണ്ടാവും അല്ലേ. ആ ഒരു ഇതൊക്കെ ഒന്ന് മാച്ച് ആവാൻ വേണ്ടിയിട്ട് അവരെന്നെ സെലക്ട് ചെയ്തതാണ് കേട്ടോ പേര്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പേര്. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചോ എന്ന് പറയാം. സംഭവം ഇതാണ്, റെൻ്റൽ ഷോപ്പാണ്. ബ്രൈഡലിൻ്റെ ഡ്രസ്സും പിന്നെ ഓർണമെൻറ്റ്സും ഒക്കെ, മേക്കപ്പും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിനൊക്കെ ഉള്ള ഒരു റെൻ്റൽ ഷോപ്പാണ്. അതിൻ്റെ കൂടെ ബൊട്ടീക്ക് ഉണ്ട് കേട്ടോ. ബൊട്ടീക്ക് മീൻസ് നമ്മൾ ഒരുപാട് ഡ്രസ്സ് അങ്ങ് കൊണ്ടുവന്ന് മറിച്ചിടുന്ന പോലെയല്ല കേട്ടോ. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇതാണ് നമ്മുടെ ഇവിടുത്തെ മടി തപ്പൽ കേട്ടോ. ആരാണോ അതിന്, ഇവിടെ ഇപ്പോൾ അമ്മായിമാരാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്, മേ ബി അങ്ങനെ ആയിരിക്കും കേട്ടോ. അതായത് ഫാദറിൻ്റെ പെങ്ങന്മാർ തന്നെ ആയിരിക്കും ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. തേങ്ങ, പഴം, വെറ്റില, റോജാപ്പാക്ക് ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഒരു തോർത്തിൽ വെച്ചിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു തുണിയിൽ വെച്ചിട്ട് നന്നായിട്ട് കെട്ടിയിട്ട് ഈ ഒരു സംഭവം നമ്മുടെ മടിയിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കണം. ആ ഒരു ഫംഗ്ഷൻ കഴിയണവരെ അല്ലെങ്കിൽ ആ മൈലാഞ്ചി ഇടയിൽ കഴിയണവരെ അത് മടിയിൽ തന്നെ വെച്ചു കൊണ്ടിരിക്കണം. ഇതായിരിക്കാം മേ ബി അത് അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്നൊന്നും നമുക്കറിയില്ല. ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കഷ്ടപ്പെടും. ഈ ഒരു സംഭവം തന്നെ ഈ ഡെലിവറിക്ക് പോണ 7ാം മാസത്തിന് പോകുന്ന ഒരു ടൈം ഉണ്ടല്ലോ, അപ്പോഴും നമുക്കത് മടിയിൽ വെച്ച് തരും. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് നമുക്കത് മടിയിൽ വെച്ച് തരും. നമ്മളത് അവിടെ എത്തിയിട്ട് വെള്ളത്തിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മേലെ വെക്കണം എന്നോ അങ്ങനെ എന്തൊക്കെയാണ് സംഭവം. ഇനി ഒരുപാട് പറയാനുണ്ട്, പക്ഷെ വ്ലോഗ് ഇവിടെ തീർന്നു പോയിട്ടാ.